നമസ്കാരം. വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന തലവാചകങ്ങൾ. ജീവിതശൈലീ രോഗ നിയന്ത്രണം സർക്കാരിന്റെ മാതൃകാ പദ്ധതി. ഹൃദയരാഗത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലവും. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് 3 നിയോജക മണ്ഡലങ്ങളിൽ. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓണസമ്മാനം കൈമാറിയത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഓണക്കൂടികൾ വിതരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് ജനപ്രതിനിധികൾ. നിലമ്പൂർ വീട്ടിക്കുത്ത് തലശിവൻ പാർവതി ക്ഷേത്രത്തിലും ഈ കാണിക്ക പദ്ധതി നടപ്പിലാക്കിയത് കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ശാഖയുടെ സഹകരണത്തോടെ. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും ഓണം വൈബ്. ആഘോഷ പരിപാടികൾ സജീവമാക്കി മലയോര മേഖലയിൽ. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തിയത് വേറിട്ട ആഘോഷ പരിപാടികൾ. ഓണമെത്താൻ ഇനി 1 ദിവസം മാത്രം ബാക്കി. സജീവമായി പച്ചക്കറി വിപണി. ഉത്രാടദിന വ്യാപാരത്തിൽ പ്രതീക്ഷയുമായി കച്ചവടക്കാർ. വിശദമായ വാർത്തകളിലേക്ക്. ജീവിതശൈലീ രോഗങ്ങൾ തടയാനും നിയന്ത്രിക്കാനുമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മാതൃകാ പദ്ധതിയിൽ നിലമ്പൂർ നിയോജക മണ്ഡലവും. ഹൃദയരാഗം എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നിലമ്പൂരിന് പുറമെ വട്ടിയൂർക്കാവ്, ഇടുക്കി നിയോജക മണ്ഡലങ്ങളിൽ നടപ്പിലാക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA നിലമ്പൂർ നഗരസഭ ചെയർമാനായിരിക്കെ നഗരസഭയിൽ നടപ്പാക്കിയ ജീവിതശൈലീ രോഗങ്ങൾ തടയാനുള്ള സൗഖ്യം സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിനു ശേഷമാണ് 3 നിയോജക മണ്ഡലങ്ങളിൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. നിലമ്പൂരിനെ പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയതിൽ സർക്കാരിന് MLA നന്ദി പറഞ്ഞു. കേരള ഗവൺമെന്റ് ആദ്യമായി അത് പരീക്ഷിക്കുന്നത് 3 ഇടങ്ങളിലാണ്. ഒന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ, അതേപോലെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. ഈ നിലമ്പൂരിൽ നടക്കുന്ന ഹൃദയരാഗം എന്ന ഈ പദ്ധതി അത് നമുക്ക് നൽകിയതിന് കേരള ഗവൺമെന്റിനോടുള്ള എല്ലാ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ വലിയ വെല്ലുവിളിയായ ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, പക്ഷാഘാതം, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ പകർച്ചവ്യാധികളല്ലാത്ത ജീവിതശൈലീ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും നിയന്ത്രിക്കാനും തടയാനും ലക്ഷ്യമിട്ടാണ് മാതൃകാ പദ്ധതി. പകർച്ചവ്യാധി അല്ലാത്ത രോഗങ്ങൾക്കുള്ള സംസ്ഥാന നോഡൽ ഓഫീസറായിരിക്കും ഹൃദയരാഗം പദ്ധതിയുടെ നോഡൽ ഓഫീസർ. പദ്ധതിയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പേർക്കും ആരോഗ്യ പരിശോധന നടത്തി ജീവിതശൈലീ രോഗങ്ങൾ കണ്ടെത്തും. രോഗസാധ്യതയുള്ളവർക്ക് രോഗം വരാതെ തടയാനും രോഗം ബാധിതർക്ക് തുടർ ചികിത്സയുമാണ് നടപ്പാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗ ശുശ്രൂഷക്കുള്ള വഴികൾ മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് ചികിത്സ നമുക്ക് വേണ്ടത്ര വേണം, അതിന് ആധുനിക സംവിധാനങ്ങൾ വേണം, നല്ല ആശുപത്രികൾ വേണം. അതോടൊപ്പം തന്നെ രോഗം വരുന്ന വഴികളെ തടയാനുള്ള സംവിധാനങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിലൂടെ മാത്രമേ ഈ രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. രോഗം വരുന്ന വഴികളെ തടയുക, അതുതന്നെയാണ് ഈ ഹൃദയരാഗം എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും പ്രത്യേകത. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ 2,36,000 ആളുകളെയും 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും, ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടാവും. ആളുകളെ മുഴുവൻ അവർ വ്യക്തിപരമായി അവരെ പരിശോധന നടത്തി അവർക്ക് രോഗമുണ്ടോ എന്ന് കണ്ടെത്തി രോഗമുള്ളവരെ ചികിത്സിക്കാനുള്ള പദ്ധതി അടക്കം വിപുലമായ ഒരു പദ്ധതിക്കാണ് നിലമ്പൂരിൽ തുടക്കം കുറിക്കുന്നത്. എന്തായാലും ഈ പദ്ധതി നമുക്ക് പ്രാവർത്തികവൽക്കരിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായം വേണം. ആരോഗ്യവകുപ്പിന് പുറമെ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും മത സാമുദായിക സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയുമെല്ലാം കൂട്ടായ സഹകരണത്തോടെയായിരിക്കും നിലമ്പൂരിൽ പദ്ധതി നടപ്പാക്കുകയെന്നും ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി MPയുടെ ഓണസമ്മാനം. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി ഓണക്കോടി സമ്മാനിച്ചു. വണ്ടൂർ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഓണക്കോടി വിതരണം ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബഹുമാന്യ രാഹുൽ ഗാന്ധി MP ആയ സന്ദർഭത്തിലും അതിനുശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി MP ആയ സന്ദർഭത്തിലുമൊക്കെ ഓണാഘോഷം കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന
ഏറ്റവും നല്ല രീതിയിൽ സാമൂഹ്യ സേവനം നടത്തുന്ന നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്യുന്ന ഓണസമ്മാനം നൽകുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. മുമ്പ് നമുക്കറിയാം അംഗനവാടി ടീച്ചേഴ്സിനും അതുപോലെ ആശാ വർക്കർമാർക്കും ഉൾപ്പെടെ മുമ്പ് നൽകിയിട്ടുണ്ട്. ഇത്തവണ ഹരിതകർമ്മ സേനയ്ക്കാണ് നൽകുന്നത്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയോജകമണ്ഡലങ്ങളിലെ നിയമസഭാ നിയോജകമണ്ഡലങ്ങളിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ഹരിതകർമ്മ സേനയിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓണ സമ്മാനം നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇന്ന് വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇതുപോലെ ഓണസമ്മാനം നൽകുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ആലിപ്പറ്റ ജമീല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഷംസുദ്ദീൻ, പുഷ്പവല്ലി, സുമാത ആര്യൻ, ഷമീന കാഞ്ഞിരാല, കോൺഗ്രസ് നേതാക്കളായ KC കുഞ്ഞിമുഹമ്മദ്, TP ഗോപാലകൃഷ്ണൻ, PT ജബീബ് സുക്കീർ, VA ഇബിനു ഖദീർ, പാന്താർ മുഹമ്മദ്, I മുജീബ്, സലാം ഏമങ്ങാട്, കാപ്പിൽ മുരളി, ഷെരീഫ് തുറക്കൽ, ബാബുമണി തുടങ്ങിയവർ സംബന്ധിച്ചു. വണ്ടൂർ, പോരൂർ, തിരുവാലി, മമ്പാട്, തുവ്വൂർ, കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട് എന്നീ പഞ്ചായത്തുകളിലെ 290 ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഓണസമ്മാനമായി ഓണക്കോടി വിതരണം ചെയ്തത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി MPയുടെ ഓണക്കോടി ചാലിയാർ പഞ്ചായത്തിലെ മുഴുവൻ ഹരിത സേനാംഗങ്ങൾക്കുമാണ് ഓണക്കോടികൾ കൈമാറിയത്. ചാലിയാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. മഞ്ജു അനിൽ, VG സുരേഷ്, തോമസ് കുരുവിള, നസ്രീന ഷംസുദ്ദീൻ, നസീമ, മിനി, മുസ്തഫ, സുന്ദരൻ മൊടവണ്ണ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തോണിയിൽ സുരേഷ്, ഹാരിസ് ആട്ടീരി, നാലകത്ത് ഹൈദരലി, ഇൻചാർജ് മനോജ്, ഹരിതകർമ്മസേന സെക്രട്ടറി ധന്യ എന്നിവർ സംസാരിച്ചു. വഴിക്കടവിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയുടെ സമ്മാനമായി ഓണക്കോടി വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനം പ്രസിഡന്റ് റംലത്ത് നെയ്ത്തക്കോടൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാവേലു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK വർഗീസ്, മുജീബ് എരഞ്ഞിയിൽ, സക്കീന അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് ആലങ്ങാടൻ, ഫൗസിയ, മാനു കോനാടൻ, പാത്തുമ്മ ഇസ്മായിൽ, റുബീന, CDS ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 49 ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ചടങ്ങിൽ ഓണക്കോടി വിതരണം ചെയ്തു. ആദിവാസി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. അമൽ കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. പുള്ളിപ്പാടം വനസംരക്ഷണ സമിതിയുടെയും എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സഹകരണത്തോടെയായിരുന്നു വിതരണം. മമ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് ഓഫീസർ K മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ രജീഷ് ഊട്ടുപുരയിൽ, VSS സെക്രട്ടറി P അബ്ദുൽ കരീം, അരുൺകുമാർ, K അശ്വതി, ഫോറസ്റ്റ് ജീവനക്കാർ, അമൽ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ P ഫവാസ്, ഡോക്ടർ PC ഫിർദൌസിയ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ വീട്ടിക്കുത്ത് തലശിവൻ പാർവതി ക്ഷേത്രത്തിൽ ഭണ്ഡാര സമർപ്പണം നടത്തി. കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖയുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ സംവിധാനം നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഭവഗൗതമാര്യ മുനീന്ദ്രദിവായ മന്ദാകിനി സലിലചല മന്ദാര പുഷ്പ പുഷ്പ സുഭൂജിതായ നമഃ ശിവായ. സാധാരണ വീട്ടിലേക്ക് എന്തുകൊണ്ടോ ഇതുപോലെ ഒരിക്കലും പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. അതാണ് കോൺസെപ്റ്റുകൾ. തീർച്ചയായിട്ടും ദേവിയും ദേവന്മാരുമൊക്കെ അറിഞ്ഞ് കഴിഞ്ഞ് അനുഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖ സീനിയർ മാനേജർ വെച്ചൂർ C ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് മാനേജർ U സുമേഷ്, ബാങ്ക് ജീവനക്കാരൻ പറക്കോട്ടിൽ നാരായണൻ, ക്ഷേത്ര രക്ഷാധികാരി U നരേന്ദ്രൻ, ഭാരവാഹികളായ K ശശികുമാർ, രവീന്ദ്രൻ, ഗോപാലകൃഷ്ണൻ നായർ, മാതൃസമിതി അംഗങ്ങളായ പ്രസീന, യശോദ, ഹൈമാവതി, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണാഘോഷങ്ങൾ കളറാക്കി നിലമ്പൂർ മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളും സംഘടിപ്പിച്ചത് കൗതുകമാർന്ന പരിപാടികൾ.
ചക്കാലക്കുത്ത് പരസ്പരം റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം നടത്തി. പ്രസിഡന്റ് കണിയാമ്പറമ്പിൽ അയ്പ് ഉദ്ഘാടനം ചെയ്തു. ടി ബിനു, സുശീല, ബേബി വർഗീസ്, അതുല്യ രഞ്ജിത്ത്, വിനിത ഉണ്ണികൃഷ്ണൻ, പി സുജിത, രത്നകുമാരി എന്നിവർ സംസാരിച്ചു. സുരേഷ് മാങ്ങാട്ടുതൊടിക സ്വാഗതവും എടപ്പിലാക്കൻ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മാനവേദൻ സ്കൂൾ അധ്യാപകൻ കെ സുരേഷ് SSLC വിജയിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ചക്കാലക്കുത്ത് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ ഓണാഘോഷം വാർഡ് കൗൺസിലർ സനില ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. റെസിഡൻസ് അസോസിയേഷന്റെയും യൂത്ത് ക്ലബിന്റെയും നേതൃത്വത്തിൽ മെഗാ ഓണസദ്യ നടത്തി. പ്രസിഡന്റ് KA അബ്ദുൾ നസീർ, സെക്രട്ടറി നസ്രീൻ, ഹരീഷ് ബാബു, രാമദാസ്, സമീർ ബാബു, സുബൈർ, ഷിബിൻ, വിപിൻ, ജിർഷാദ് എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ വീട്ടിക്കുത്ത് വയോമിത്രം ഓണാഘോഷം വിപുലമായി നടത്തി. JPHN റീജ ഉദ്ഘാടനം ചെയ്തു. സതി അധ്യക്ഷത വഹിച്ചു. പി ഗോവർദ്ധനൻ, പി ഗോപാലകൃഷ്ണൻ, ഷാനവാസ് എന്നിവർ സംസാരിച്ചു. ശശികുമാർ സ്വാഗതവും റസിയ നന്ദിയും പറഞ്ഞു. എടക്കര മേഖലയിലും ഓണാഘോഷങ്ങൾ തുടരുകയാണ്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. വഴിക്കടവ് പാലിയേറ്റീവ് കെയറിലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ച് നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ എടക്കര യൂണിറ്റ് ഓണാഘോഷം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നന്മ യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് പാലാട് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ലുഖ്മാൻ അരീക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ജസ്ന, മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ, യൂണിറ്റ് സെക്രട്ടറി അൻവർ അടക്കര, ജില്ലാ കമ്മിറ്റി അംഗം അഭിലാഷ് പാലേമാട് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സജിത് പൂക്കോട്ടുംപാടം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ പരിപാടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വഴിക്കടവ് പാലിയേറ്റീവ് കെയറിലെ സാമൂഹ്യാധിഷ്ഠിത മാനസികാരോഗ്യ പരിചരണ വിഭാഗത്തിലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കൊപ്പം ആടിയും പാടിയും വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് എരഞ്ഞിയിൽ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയറിലെ 100ഓളം കുടുംബങ്ങൾക്ക് സ്നേഹ കിറ്റ് വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ മുഹമ്മദ് റാഫി വഴിക്കടവ് പാലിയേറ്റീവ് കെയർ സെക്രട്ടറി PV നജുമുദ്ദീന് നൽകി ഉദ്ഘാടനം ചെയ്തു. NSS ജില്ലാ കോർഡിനേറ്റർ സുരേഷ് ബത്തേരി മുഖ്യപ്രഭാഷണം നടത്തി. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TM അബൂബക്കർ, പാത്തുമ ഇസ്മായിൽ, അഹമ്മദ് കുട്ടി, ബിനു പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ 5ാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ നടന്നു. നറുക്കെടുപ്പ് കർമ്മം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം EP മുഹമ്മദ് കുഞ്ഞി നിർവഹിച്ചു. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് സ്വർണം വാങ്ങുന്ന വലിയ പൈസക്കാർ മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇവരുടെ ഈ പറഞ്ഞ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പം വലിയ കാര്യമെന്ന് പറഞ്ഞ വിശ്വാസ്യതയാണ്. അത് സഫ ജ്വല്ലറി തുടക്കം മുതൽ ഇന്നേ വരെ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്.
ജനങ്ങളിൽ വലിയ വിശ്വാസമാണ് സഫ ജ്വല്ലറിയെ കുറിച്ച്. സഫ ജ്വല്ലറി ഫാമിലിയെ എനിക്ക് വളരെ അടുത്ത ബന്ധം ഉള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ജ്വല്ലറി ബിസിനസ് മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കുടുംബമാണ്. കാപ്പിൽ കൈതച്ചാൽ എം രാജേഷാണ് വിജയിയായത്. ചടങ്ങിൽ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ, മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബിസിനസ് ന്യൂസ്. മലപ്പുറം കാത്തിരുന്ന വമ്പൻ വരവ് ഇപ്പോൾ നിലമ്പൂരിലും. വാഹനപ്രേമികൾക്കും ഉപഭോക്താക്കൾക്കും വിപുലമായ ടയർ, ഓട്ടോ, മൊബൈൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി മുക്കം ടയേഴ്സിന്റെ പുതിയ ഷോറൂം വടപുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. 8ാമത് ഷോറൂമാണ് വടപുറം പാലത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ടയർ ഷോറൂം ഉദ്ഘാടനം മന്ത്രി എ പി അനിൽകുമാർ നിർവഹിച്ചു. വീൽ അലൈൻമെന്റ് സെന്റർ ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖും കാർ എ സി സെന്റർ ഉദ്ഘാടനം ആര്യാടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. വിപുലമായ സൗകര്യങ്ങളോടെയാണ് പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലുള്ള ടയറുകൾ, അലോയ് വീലുകൾ, വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, കാർ എ സി സർവീസ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാകും. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും അത്യാധുനിക മെഷീനറികളും ഉപയോഗിച്ചാണ് സേവനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വാഹനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിപുലമായ ടയർ ശേഖരമാണ് പുതിയ കേന്ദ്രത്തിൻ്റെ പ്രധാന ആകർഷണം. 15 ഇന്ത്യൻ അന്തർദേശീയ ടയർ ബ്രാൻഡുകളുടെ നേരിട്ടുള്ള ഡീലർഷിപ്പുകൾ മുക്കം ടയേഴ്സിനുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മുക്കം ടയേഴ്സിൻ്റെ 8ാമത്തെ ഷോറൂമാണ് നിലമ്പൂർ വടവരത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടയർ ഷോറൂമാണ്. നമ്മുടെ ടയേഴ്സിൻ്റെ കൂടെ അലോയ് വീൽസും പിന്നെ ടയർ റിലേറ്റഡ് സർവീസസ്, വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ് ഇതുപോലെ സർവീസസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കാർ എ സി വർക്ക്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് അഡ്വാൻസ്ഡ് മെഷീനറീസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇനാഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓഫേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് 4 ടയർ എടുക്കുന്നവർക്ക് ഒരു എയർ ഇൻഫ്ലേറ്റർ ഫ്രീ ആണ്. അതൊരു 2000 രൂപ വിലയുള്ള ഒരു എയർ ഇൻഫ്ലേറ്ററാണ്. അതേപോലെ കൂടാതെ 2 ടയേഴ്സ് എടുക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഗിഫ്റ്റുകളും ഉണ്ട്. നമ്മൾ ഇപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് 0% EMI ടയേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ബജാജിൻ്റെ കാർഡുള്ളവർക്കും അല്ല പുതിയ കാർഡ് എടുക്കേണ്ടവർക്കും നമ്മൾ ഈ ഓപ്ഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുക്കം ടയേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 12ഓളം ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ ഡയറക്റ്റ് ഡീലേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ടയേഴ്സ്, അലോയ് വീൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പം എല്ലാ ടയേഴ്സിനും നമ്മൾ അൺകണ്ടീഷണൽ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ടയറിൻ്റെ തീരുമാനത്തിൻ്റെ പൈസ മാത്രം അടിച്ചാൽ മതി, പുതിയ ടയേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടയറിന് എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും ആദ്യത്തെ 2 കൊല്ലം ഈ അൺകണ്ടീഷണൽ വാറണ്ടി നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് ഡീലേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിലാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ 2 വീലർ ടയേഴ്സ് ചെയ്യുന്നുണ്ട്. മിഷ്ലിൻ, സിയറ്റ്, മാക്സിസ്, TVS, റേസ് തുടങ്ങിയ 6ഓളം ബ്രാൻഡ്സിൻ്റെ 2 വീലർ ടയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാർ, SUV തുടങ്ങി വിവിധ വാഹനങ്ങൾക്ക് അനുയോജ്യമായ ടയറുകൾക്കൊപ്പം അലോയ് വീലുകളുടെ വലിയ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ടയർ മാറ്റുന്നതിനൊപ്പം വീൽ അലൈൻമെൻറ്റ്, വീൽ ബാലൻസിംഗ് തുടങ്ങിയ അനുബന്ധ സേവനങ്ങളും ഒരേ കേന്ദ്രത്തിൽ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. പരിശീലനം നേടിയ ജീവനക്കാരുടെ സേവനവും കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയാണ്.
വാഹനങ്ങളുടെ സുരക്ഷയും മികച്ച ഡ്രൈവിംഗ് അനുഭവവും ഉറപ്പാക്കുന്നതിൽ ടയറുകളുടെ ഗുണനിലവാരത്തിനും ശരിയായ വീൽ അലൈൻമെന്റിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് സേവന സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിരുന്നു. 4 ടയറുകൾ വാങ്ങുന്നവർക്ക് 2000 വില വരുന്ന ഒരു ടയർ ഇൻഫ്ലേറ്റർ സൗജന്യമായി നൽകുന്ന ഉദ്ഘാടന ഓഫറാണ് പ്രധാന ആകർഷണം. ഇതിനു പുറമെ 0% EMI സ്കീമുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, രാമനാട്ടുകര, നാദാപുരം, കാഞ്ഞങ്ങാട്, കൊടുവള്ളി എന്നിവിടങ്ങളിലെ ശാഖകൾക്ക് പിന്നാലെയാണ് നിലമ്പൂരിലും മുക്കം ടയേഴ്സിന്റെ സാന്നിധ്യമെത്തിയത്. കൂടുതൽ വിവരങ്ങൾക്ക് 9495 662 980 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവോണനാളിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പച്ചക്കറി വിപണിയും ഉണർന്നു. കഴിഞ്ഞ ഓണക്കാലത്തേക്കാൾ വലിയ തോതിലുള്ള വില വർധനവൊന്നും ഇത്തവണ ഇല്ലാത്തത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ട്. ഉത്രാടനാളിലെ വ്യാപാരത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് പച്ചക്കറി വ്യാപാരികൾ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും യഥേഷ്ടം ചരക്കുകൾ എത്തിത്തുടങ്ങിയതോടെ പച്ചക്കറി വിപണിയിൽ വലിയ മാറ്റമാണ് കാണുന്നത്. ഓണത്തലേന്നത്തെ തിരക്കൊഴിവാക്കാൻ നേരത്തെ തന്നെ പച്ചക്കറികൾ വാങ്ങാനെത്തുന്നവരുമുണ്ട്. വിപണി വില പിടിച്ചു നിർത്താൻ കുടുംബശ്രീയും കൃഷിഭവനുകളും ചന്തകൾ ആരംഭിച്ചതോടെ പൊതുവിപണിയിലും വില വർധനവുണ്ടായിട്ടില്ല. ഓണസദ്യയ്ക്ക് ആവശ്യമായ ഇനങ്ങൾ കൂടുതൽ സംഭരിച്ച് സജീവമായ ഓണക്കാല കച്ചവടത്തിലാണ് വ്യാപാരികളുടെയും പ്രതീക്ഷ. മേഖലയിൽ 2 ദിവസങ്ങളിലായി കനത്ത മഴ പെയ്യുന്നത് തിരിച്ചടിയാവുമോ എന്ന ആശങ്കയുമുണ്ട്. നിലമ്പൂർ ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അങ്കണവാടിയും യോഗ ക്ലബ്ബും ചേർന്ന് ഓണം ആഘോഷിച്ചു. പൂക്കളം ഒരുക്കി കുട്ടിമാവേലിയെ ആനയിച്ച് ഓണം വിളംബര ഘോഷയാത്ര നടത്തി. കുട്ടികൾ, അമ്മമാർ, യോഗ ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർക്കായി മത്സരങ്ങളും സംഘടിപ്പിച്ചു. മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ നൽകി. ICDS ഓഫീസർ KM ഷാഹിന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. NNM കോർഡിനേറ്റർ സാലിം മൂത്തേടം സന്ദേശം നൽകി. അങ്കണവാടി അധ്യാപിക KT സുഹ്റ സ്വാഗതവും ക്ലബ് കോർഡിനേറ്റർ CK അജിത നന്ദിയും പറഞ്ഞു. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. M ലീല, P രേഷ്മ, വചന സുമേഷ്, അരുണിമ രഞ്ജിത്ത്, M ജയകുമാരി, P സക്കീന, P വചന എന്നിവർ നേതൃത്വം നൽകി. മമ്പാട് മേഖലയിലും വിപുലമായ ഓണാഘോഷ പരിപാടികൾ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ്. മമ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികളോടെ 3 ദിവസത്തെ SPC ഓണം ക്യാമ്പ് ആരംഭിച്ചു. വാർഡ് മെമ്പർ അഷ്റഫ് ടാണ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് NC മുഹമ്മദ് മുസദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. എക്സ് മേജർ മുഹമ്മദ്, SMC ചെയർമാൻ റഷീദ് നടുവക്കാട്, HM റുക്സാന ഫാറൂഖ്, CPO ഹിബ ഷെറിൻ, അധ്യാപകരായ KT ആബിദ്, ബാബുരാജൻ, ഫഹീൻ, സൂര്യ, രജിഷ, അഖില എന്നിവർ സംബന്ധിച്ചു. ബഡ്സ് വാരാചരണത്തിന്റെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പുല്ലോട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലും ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെ സാന്നിധ്യത്തിൽ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു.
വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ഷാജി, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ തങ്കമണി, വൈസ് ചെയർപേഴ്സൺ ഷിഫ്ന നജീബ്, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. വണ്ടൂർ കാപ്പിച്ചാൽ പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണോത്സവ് 2026 ആഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഓണത്തിന്റെ തനിമയും തനത് കലാരൂപങ്ങളും കോർത്തിണക്കി നടത്തിയ ഘോഷയാത്ര വണ്ടൂരിന് വേറിട്ടൊരു ദൃശ്യവിരുന്നായി മാറി. മേളപ്പെരുക്കത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ പുലികളി, മാവേലി വേഷങ്ങൾ എന്നിവ പ്രധാന ആകർഷണമായി. കാപ്പിച്ചാലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ പ്രദേശത്തെ നിരവധി ആളുകളാണ് അണിനിരന്നത്. ക്ലബ്ബ് ഭാരവാഹികളായ ഉണ്ണി കാപ്പിച്ചാൽ, മുരളി കാപ്പിച്ചാൽ, അഖിൽ, പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ബൈജു ചെമ്പ്ര എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. കരുളായി ദേശസേവാ സമാജം വായനശാല ആൻഡ് ഗ്രന്ഥാലയയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം മുജീബ് റഹ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K. സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു. രമാദേവി, KN ചന്ദ്രൻ, അബ്ദുസമദ്, ചന്ദ്രൻ അരിമ്പ്ര, TK അബ്ദുൽ കരീം ചുള്ളിയൻ, U. ഹരീഷ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി M. ചന്ദ്രൻ സ്വാഗതവും ലൈബ്രറിയൻ സോന വർഗീസ് നന്ദിയും പറഞ്ഞു. വിവിധ മത്സര പരിപാടികളും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവിതശൈലീ രോഗ നിയന്ത്രണം സർക്കാരിന്റെ മാതൃകാ പദ്ധതി. ഹൃദയരാഗത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലവും. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് 3 നിയോജക മണ്ഡലങ്ങളിൽ. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി MP ഓണസമ്മാനം കൈമാറിയത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഓണക്കോടികൾ വിതരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് ജനപ്രതിനിധികൾ. നിലമ്പൂർ വീട്ടിക്കുത്ത് തലശിവൻ പാർവതി ക്ഷേത്രത്തിലും ഈ കാണിക്ക പദ്ധതി നടപ്പിലാക്കിയത് കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ശാഖയുടെ സഹകരണത്തോടെ. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും ഓണം വൈബ് ആഘോഷ പരിപാടികൾ സജീവമാക്കി മലയോര മേഖലയിൽ. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തിയത് വേറിട്ട ആഘോഷ പരിപാടികൾ. ഓണമെത്താൻ ഇനി 1 ദിവസം മാത്രം ബാക്കി. സജീവമായി പച്ചക്കറി വിപണി. ഉത്രാടദിന വ്യാപാരത്തിൽ പ്രതീക്ഷയുമായി കച്ചവടക്കാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.